ഹേ ഹലോ, വെൽക്കം ടു ഹെൽമെറ്റ് ടെയിൽസ്. എൻ്റെ പേര് അമർ. എൻ്റെ പേര് നിതിൻ. വെൽക്കം ടു കാറ്റലോണിയ GP എപ്പിസോഡ് 6. ശോകഭൂകമായ എപ്പിസോഡ്. മോട്ടോ GP ഈസ് ഡേഞ്ചറസ് എന്ന് പെക്കോ പറയാൻ പറഞ്ഞു. പെക്കോ മാത്രമല്ല, സാർക്കോ ഉണ്ട്. ചിരിക്കാതെ സോറി, പെഡ്രോ അക്കോസ്റ്റ എല്ലാവരും ഉണ്ട്. മിറർ ഒഴിച്ച് കുറച്ച് പേരുണ്ട്. ഓ ശരിയാട്ടോ, ഞാൻ കറക്റ്റായി. മിററും ഉണ്ട്. ഇത് മറ്റേ ഇത് പിന്നെ മിററിന് ദുഃഖം വേറെയാണ്. അത് ഇന്നലെ ആയിരുന്നു മിററിന് ഒരു ഹാപ്പി ആവാനുള്ള, എല്ലാവരും സാഡ് ആയിരിക്കുമ്പോൾ ഹാപ്പി ആവാനുള്ള ഒരു മൊമെന്റ് കിട്ടി. അതൊരു 10 സെക്കൻഡേ നിന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ പുള്ളി പോയി. എനിക്ക് ആക്ച്വലി ഒന്നും പറയാനില്ല. പക്ഷെ കൊള്ളായിരുന്നു. ആർക്കും കൊള്ളായിരുന്നു. ആശുപത്രി കിടക്കുന്നവർക്കൊന്നും കൊള്ളൂല. സാർക്കൊക്കെ തെറിച്ചൊക്കെയാ പോകുന്നുണ്ട് ബൈക്കിന്റെ കൂടെ കയറി. 3 റീസ്റ്റാർട്ട് അല്ല, ഒരു സ്റ്റാർട്ടും 2 റീസ്റ്റാർട്ട്, മൊത്തം 3 സ്റ്റാർട്ട്. അപ്രിൽ അതെ എന്തോ പറയുന്നത്, അപ്രിലിനെ പറ്റി എന്തോ പറയാനുണ്ട്. കഴിഞ്ഞ ആഴ്ച വരെ അപ്രിലായിരുന്നു ഫസ്റ്റ് സെക്കൻഡ് തേർഡൊക്കെ. ഇപ്രാവശ്യം പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇത് അങ്ങനെയല്ല എന്ന് വെച്ചാ നമുക്ക് സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു റേസ് ആയിപ്പോയി. താല്പര്യമില്ല, ഇതിനെ കുറിച്ച് പറയാൻ താല്പര്യമില്ല നമുക്ക്. പെഡ്രോ അക്കോസ്റ്റ പറഞ്ഞതനുസരിച്ചിട്ട് 2 റെഡ് ഫ്ലാഗ് കഴിഞ്ഞതിന് ശേഷം റേസ് റീസ്റ്റാർട്ട് ചെയ്യരുതെന്നാ പറഞ്ഞത്. അത് പുള്ളി വീണത് കൊണ്ടാണോ അതോ പുള്ളി വീണോണ്ടായിരിക്കത്തില്ല, നമുക്ക് മാനസികമായിട്ട്. ശരിയാ, പ്രോബബ്ലി അത് 2 ക്രാഷും അത്യാവശ്യം നല്ല വലിയ ക്രാഷ് ആയിരുന്നു. റൈഡ് ചെയ്യുമ്പോൾ ഫുൾ അഡ്രിനാലിൽ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മള് ആക്സിഡന്റ് ഒക്കെ ഉണ്ട്, തിരിച്ച് പിറ്റിൽ വരുമ്പോൾ അഡ്രിനാലിൻ കുറയും. അപ്പൊ പിന്നെ നമുക്ക് വേറെ ഫീലിങ്സ് വരും. പിന്നെ നമുക്ക് പഴയതുപോലെ പുഷ് ചെയ്യാൻ പറ്റണം. പുഷ് ചെയ്താലും പേടിയോടെ ആയിരിക്കും പുഷ് ചെയ്യുന്നത്. അപ്പം റൈഡേഴ്സിന്റെ മെന്റലി കുറച്ച് ഡൗൺ ആവും. ആ ഒരു അവസരം മുതലെടുത്ത് മിറർ കയറിയതാ. മിറിന്റെ അക്കോസ്റ്റേനെ ഓവർടേക്ക് ചെയ്ത ലേറ്റ് ബ്രേക്കിംഗ് അടിപൊളിയായിരുന്നു, അതെല്ലാരും പറഞ്ഞായിരുന്നു. പക്ഷെ ഒരു കാര്യം, മറ്റേ പരിപാടി നടത്തുന്നൊരു മിറിങ് വന്നു വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യാനായിരിക്കും. ഓവർടേക്ക് സാരമില്ല, അതല്ല മോനെ, നിനക്കൊരു 16 സെക്കൻഡ് പെനാൽറ്റി ഉണ്ട്, ടയറിന് കാറ്റ്. ഇന്നലെ എന്താ 14-16 റൈഡേഴ്സ് ടയർ പ്രഷർ ഇൻവെസ്റ്റിഗേഷനിൽ പോയി റേസ് കഴിഞ്ഞിട്ട്. പ്രോബബ്ലി ഇല്ല, കുറച്ച് പേരുണ്ട്. പക്ഷെ അത് ഈ പോഡിയത്തിൽ വന്നിട്ട് പോയത് ആയതുകൊണ്ട് പിന്നെ പുള്ളി അങ്ങനെ എപ്പോഴും ടയർ പ്രഷർ. മാവറിക് വിനിയാലിസിന് ഒരെണ്ണം കിട്ടിയായിരുന്നു അല്ലേ? അതുകൊണ്ട് പെക്കോക്ക് 3rd കിട്ടി. പെക്കോക്കാണ് നല്ല ലക്കായത്. പെക്കോ വീഴുകയും ചെയ്തു. പക്ഷേ ഇന്നലത്തെ ജീപ്പിനെ കുറിച്ച് എനിക്ക് പറയാൻ വീണ്ടും പറയുന്നു. പെക്കോ ചിലപ്പോ വീണതിന് ശേഷം ഓടിച്ചതിന് മാർക്കസിന്റെ വണ്ടിയാണല്ലോ. അല്ല, ചുമ്മാ ഓടിക്കാൻ പറ്റത്തില്ലായിരുന്നു. അല്ല, വെറുതെ ഒരു കുടുംബശ്രീ കയറ്റിയത് ഇടയ്ക്ക് ഇവിടെ. അപ്പം ഇപ്പം അലക്സും മറ്റേ മാർക്കസിങ്ങനെ വീട്ടിൽ ഇരിക്കുമ്പോഴേ അലക്സ് കാര്യം പറയും, ആദ്യം എന്തൊരു പ്രശ്നം ഉണ്ടാവും, പിന്നെ ചീന വായിക്കോളൂ എന്നൊക്കെ. മാർക്കസ് വീട്ടിൽ ഇരിക്കുമല്ലേ ഓപ്പറേഷൻ കഴിഞ്ഞ്. ഞാൻ തന്നെ പിള്ളേ അല്ലല്ല, മറ്റേ മാർക്കസ് ഇല്ലാത്തോണ്ട് ഡിജി വന്ന് മാർക്കസിന്റെ ബൈക്കില് മാർക്കസ് സ്റ്റിക്കർ ഒക്കെ ഒട്ടിച്ചിട്ട് പോയായിരുന്നു. അതൊക്കെ ചുമ്മാതാ, അതൊക്കെ വെറുതെ പോയാ. ആശാനുണ്ടായിരുന്നു. മറ്റേ അപ്പൊ തന്നെ മറ്റേ ഇത് ഇറങ്ങിയത് കൊണ്ടായിരിക്കട്ടോ. ഡിജി അടുത്ത വർഷം വല്ല KTM-ലാണല്ലോ. അപ്പം ആശാനെ ചൊറിയാൻ വേണ്ടി ഒന്ന് കാണിച്ചാ. റോസിയണ്ണൻ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് അവിടെ റോസി അവിടെ കൂടെ സ്കൂട്ടർ ഓടിച്ച് കിടപ്പുണ്ടായിരുന്നു. ബെസക്കി എന്താ ക്രാഷ് ആയ സമയത്ത് എന്തോ മറ്റേ റോസി കൈയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എപ്പോഴായിരുന്നു ബെസക്കി ക്രാഷ് ആയത്? ക്വാളിഫൈയിലായിരുന്നോ? അല്ലല്ല, പ്രാക്ടീസിലായിരുന്നോ? ബെസക്കി എവിടെയായിരുന്നു ഇന്നലെ? ബെസക്കി ഇന്നലെ 6th or 5th ആയി. ആണോ? മാർട്ടിൻ താഴ്പോയില്ലേ, റൗൾ ഫെർണാണ്ടസ് കാരണം മറ്റേ 3rd റീസ്റ്റാർട്ട് കഴിഞ്ഞിട്ട് പിന്നെ അവര് ഭയങ്കര റൗൾ ഫെർണാണ്ടസ് എന്തിനാണ് അത് ചെയ്തതെന്ന് അറിയൂടാ. അതിന്റെ ഇടയിൽ റൗൾ ഫെർണാണ്ടസ് പുള്ളിയായിരുന്നു ബാക്കിൽ അല്ലേ? അത് എന്താ പറയാ, നമ്മള് ടീംസും സാറ്റലൈറ്റ് ടീംസും തമ്മിലുള്ള ഒരു പൊളിറ്റിക്സ് ഒക്കെ ഉണ്ട്. കാരണം ഏപ്രിലിലെ മെയിൻ ടീം ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത്, ചാമ്പ്യൻഷിപ്പിന് വേണ്ടി. അപ്പം അതിലൊന്നും പെടാത്ത ഒരു ആളാണ് റൗൾ ഫെർണാണ്ടസ്. ഇപ്പം റൗൾ ഫെർണാണ്ടസിനെ കാട്ടിലും പേസില് മാർട്ടിൻ ഉണ്ടായിരുന്നു. പുള്ളി ആവശ്യമില്ലാതെ അവിടെ കയറ്റി വിടാൻ പറയില്ല, പക്ഷെ എന്നാലും എന്താ പറയാ, അത് ഇറ്റ്സ് നോട്ട് നൈസ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ അയാളുടെ പേരെന്തോ,
എപ്രിലിയൻ്റെ പൗലോ അല്ല, ഒരു തടിയനല്ലേ ഒരു കണ്ണാടി വെച്ചേ. പോടാ, നീ ആരെ കാണുന്നത്? അല്ല, മുടി വളർന്നെങ്കിലേ. അല്ല, പിന്നെ മുടി വെട്ടിയാ പോടാ. മുടി വെട്ടിയാകും. എടാ മറ്റേ ഇയാള് ടീം പ്രിൻസിപ്പള് എന്തുവാടാ, എന്നും അയാളുടെ പേര് ഞാൻ പറയുന്നത്. മസിമോ റിവോ. മസിമോ റിവോളാ എന്നും പറയും, ഉള്ളിൽ ഉറക്കത്തിൽ പറയുന്ന പേരാ. എന്ന് പറഞ്ഞാലും മാസിമോ റിവോളിനെ പോലെ പ്രശ്നങ്ങൾ നേരിടണം, എന്ത് വന്നാലും ചില്ലായിട്ടിരിക്കണം. മാർട്ടിൻ പോകുന്നുള്ളൂ, അത് പറഞ്ഞപ്പോഴാ മാർട്ടിന്റെ ചില്ലിനെ പറ്റി പറഞ്ഞപ്പോഴാ പുള്ളി എന്തിനാ ഇന്നലെ പിറ്റിനകത്ത് കയറി ഒരു ഇമോഷൻസ് റൺ ഹൈ തീരാറായി പുള്ളി. എനിക്ക് പുള്ളി മറ്റേ അന്യൻ അമ്പീന് അന്യൻ ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. എല്ലാരും ക്ലാപ്പ് ചെയ്തു, അപ്പൊ പുള്ളി ക്ലാപ്പ് ചെയ്തു, എന്നിട്ട് അത് പോയിട്ട് എല്ലാരും അതിന് പുള്ളി കലിപ്പ് ക്ലാപ്പ് ചെയ്ത ഹെൽമെറ്റ് വെച്ചെങ്കിൽ ആർക്കറിയാം. എല്ലാരും ക്ലാപ്പ് ചെയ്ത പുള്ളി ഇങ്ങനെ ക്ലാപ്പ് ഒക്കെ ചെയ്തിട്ട് മൊൻ അടി പിടിച്ച് തെള്ളുകയൊക്കെ ചെയ്ത ആരൊക്കെയാ. രാവിലെ അപ്പോളജി പറഞ്ഞു. റിവോള് പോയിട്ട് ട്രാക്ക് ഹൗസിന്റെ മാനേജറിന്റെ അടുത്ത് പോയിട്ട് ലൈക്ക് ഇങ്ങനെ എന്തോ കാണിച്ചായിരുന്നു. ലൈക്ക് മിക്കവാറും റൗൾ ഫെർണാണ്ടസിന് ഇന്നലെ ഒരു തെറിവിളി അവന്റെ ടീമായിരുന്നു. ഒന്നും പറയാൻ പറ്റില്ല, കാരണം റേസിംഗ് ആകുമ്പോ എല്ലാരും വിട്ടുകൊടുക്കത്തില്ല, എല്ലാരും അവരവർക്ക് വേണ്ടിയാണ്. അപ്രിലേക്ക് ഓവറോൾ വലിയ നല്ല ദിവസം അല്ലായിരുന്നു ഇന്നലെ. ആർക്ക്? അപ്രിലേക്ക് മാർട്ടിന് നല്ല വീക്കെൻഡേ അല്ലായിരുന്നു. 5 ക്രാഷ് ടോട്ടലി ബേസിക്. അത് എനിക്ക് തോന്നുന്നു ഇത്തവണ എന്തോ ലോ ഗ്രിപ്പ് ടയേഴ്സാണ് യൂസ് ചെയ്തത്, കോമ്പൗണ്ട്. പ്ലസ് ട്രാക്ക് ടെമ്പറേച്ചറിലെ ഡിഫറൻസ് കാരണം ട്രാക്കിലെ ഗ്രിപ്പും കുറവായിരുന്നു. കാരണം സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പോകുന്ന ഇടയ്ക്ക് ബ്രേക്ക് പിടിച്ചിട്ടൊക്കെ മാർട്ടിൻ വീഴുന്നുണ്ടായിരുന്നല്ലോ, വളരെ ചെറിയ ലീൻ ആംഗിളിൽ. പക്ഷെ എനിക്ക് ഇപ്പോഴും റൗൾ ഫെർണാണ്ടസിനെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ തിരിച്ച് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ലാപ്പിൽ തന്നെ പുള്ളി അത്രയും അങ്ങനെ എത്ര അഗ്രസീവായിട്ട് വന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. പ്രോബബ്ലി ഇതായിരിക്കും അടുത്ത വട്ടത്തേക്ക് സീറ്റൊക്കെ വേണ്ടേ. റൗൾ ഫെർണാണ്ടസിന് സീറ്റ് ഉണ്ട്, കാരണം എന്താണെന്ന് വെച്ചാൽ അഗൂറ പോവുക. അല്ലേ? അപ്പൊ റൗൾ ഫെർണാണ്ടസിന്റെ സീറ്റ് കൺഫേം ആണ്. അഗൂറ പോകുന്നത്. റൗൾ ഫെർണാണ്ടസ് അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ പുള്ളി എന്തിനാണ് ഈ ഫസ്റ്റ് ലാപ്പിൽ ഇത്ര അഗ്രസീവ് ആയിട്ട് ചാമ്പ്യൻഷിപ്പിന് ഫൈറ്റ് ചെയ്യുന്നത്? സെയിം ഫാക്ടറി, അങ്ങനെ ഒരു പ്രശ്നം. പക്ഷെ അതേസമയം ലൈക്ക് മാർട്ടിൻ ലൈക്ക് ഇച്ചിരി കൂടെ പ്രൊഫഷണൽ ആയിട്ട് ബിഹേവ് ചെയ്യണം. മാർട്ടിൻ ഇന്നാള് നമ്മൾ പറഞ്ഞ പോലെ ഭയങ്കര ഇമോഷണൽ ആണ്. പുള്ളി ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഡിസിഷൻ എടുക്കുന്ന ഒരാളാണ്. ഇതെല്ലാം പുള്ളി അത് ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യും. ഭയങ്കര ലൈക്ക് ഇപ്പോൾ നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പം ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ജോലിയിൽ കിടിലമാണ്, പക്ഷെ ആറ്റിറ്റ്യൂഡ് വന്നിട്ട് വെറും ശോകം ആണെങ്കിൽ ആൾക്കാർ പ്രിഫർ ചെയ്യത്തില്ല. അപ്പൊ അതാണ് മാർട്ടിന്റെ അവസ്ഥ. കിടുവായിട്ട് പണിയെടുക്കും, പക്ഷെ ആറ്റിറ്റ്യൂഡ് എന്ന് വരുമ്പോ അപ്പൊ ഇപ്പം തിരിച്ച് കഴിഞ്ഞ സീസണിലെ പ്രശ്നങ്ങളൊക്കെ മറന്ന് അവര് ലൈക്ക് അക്സെപ്റ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പൊ മെസ്മോ റിവോളിനൊക്കെ ഉള്ള പോലത്തെ ഒരു വരിച്ചനെയൊക്കെ പോയിട്ട് മറ്റേ ടീം എഞ്ചിനീയറോ അയാളുടെയും തള്ളി. അവരെന്തിനാ ലൈക്ക് ഓക്കെ മാർട്ടിൻ ലൈക്ക് ഹാഡ് എ ബാഡ് വീക്കെൻഡ്, പക്ഷെ എന്നും പറഞ്ഞാൽ അത് പുള്ളിനെ സപ്പോർട്ട് ചെയ്യുന്ന ടീം മെമ്പേഴ്സിനോട് തന്നെ പോയി. പ്രോബബ്ലി എനിക്ക് മനസ്സിലായി കാര്യം എന്താ പറയാ, അതുമായിരിക്കും. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാലേ അത് 5 ക്രാഷ് കഴിഞ്ഞിട്ട് വന്ന പുള്ളിയെ ക്ലാപ്പ് അടിച്ച് കയറ്റിയപ്പോ പുള്ളിയുടെ മനസ്സിൽ അന്നേരം ഉണ്ടായെന്ന് വെച്ചാൽ ചാമ്പ്യൻഷിപ്പിലെ പോയിന്റ് വീണ്ടും മാറി 10 പോയിന്റ്സ്. പുള്ളിയുടെ മനസ്സിൽ ആക്ച്വലി ഇന്ന് വീണ്ടും പുള്ളി ലീഡ് ചെയ്യുമായിരുന്നു. നല്ല രീതിക്ക് ലീഡ് ചെയ്തേനെ. കാരണം 3 പ്രാവശ്യം റേസ് ചെയ്തപ്പോഴും പുള്ളി അത്യാവശ്യമല്ല ബെസക്കിനെക്കാളും ഫ്രണ്ടിലായിരുന്നു എല്ലാ പ്രാവശ്യവും. ലൈക്ക് ബെസക്കിനെക്കാളും സ്ട്രോങ്ങർ പുള്ളി മാർട്ടിൻ ആയിരുന്നു. ലൈക്ക് ഈവൻ ലൈക്ക് ഫസ്റ്റ് പുള്ളിയുടെ സ്റ്റാർട്ട് ഒരു രക്ഷയില്ലാത്ത സ്റ്റാർട്ടായിരുന്നു. രണ്ടാമത് ലൈക്ക് അയാളുടെ സ്റ്റാർട്ട് ഇച്ചിരി മോശമായിരുന്നു. മൂന്നാമത് ഓക്കെ ആയിരുന്നു സ്റ്റാർട്ട്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളി എങ്ങനെയെങ്കിലും തേർഡെങ്കിലും നിൽക്കാന്നുള്ള രീതിയിൽ വരുമ്പം റൗൾ ഫെർണാണ്ടസ് പറഞ്ഞു. പക്ഷെ ലൈക്ക് ഇന്നത്തെ GP ടു ഫോർഗെറ്റ് ആണ്. പെഡ്രോ അക്കോസ്റ്റയ്ക്ക് ഫോർഗെറ്റ് ആണ്. എല്ലാവർക്കും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു GP. ലൈക്ക് ജസ്റ്റ് റിമൈൻഡ്സ് യു ഹൗ ഡേഞ്ചറസ് MotoGP ഈസ്. ലൈക്ക് അക്കോസ്റ്റന്റെ ബൈക്ക് ആ സ്ട്രൈറ്റിൽ 4th ഗിയറിൽ 270 അടുപ്പിച്ച് പോവുക. നമ്മുടെ അലക്സ് മാർക്കസും സിമിലർ സ്പീഡ്സ് ആണ്. അപ്പം ലൈക്ക് റിയാക്ട് ചെയ്യാൻ പോലും പുള്ളിക്ക് സമയം കിട്ടും. 0.5 seconds ഗ്യാപ്പ് ആയിരുന്നു അവർ തമ്മിൽ ഫോളോ ചെയ്തപ്പോൾ. അപ്പൊ പെട്ടെന്ന് അക്കോസ്റ്റയുടെ വണ്ടിക്ക് എന്തോ പറ്റി, പുള്ളി കൈ സോഫ്റ്റ്വെയർ ഗ്ലിച്ച് ആണോ
പെട്ടെന്ന് ഓഫായിട്ട് ബജാജ് സ്ക്രീനിൽ ബജാജ് മോട്ടോർ സ്പോർട്സ് ഹമാര ബജാജ്. എനിവേസ് പക്ഷെ ആക്ച്വലി അലക്സ് അവിടെ നിന്ന് നേരെ തട്ടി ഗ്രാസിൽ പോയി. അവിടെ അപ്പോഴും കൺട്രോൾ ഉണ്ടായിരുന്നു. പക്ഷെ ഗ്രാസ് കഴിഞ്ഞിട്ട് പുള്ളിക്ക് അവിടെ ഒരു വേറൊരു ടൈപ്പ് സർഫസ് ആയിരുന്നു, കോൺക്രീറ്റോ എന്തോ വേറെ ഇതായിരുന്നു. അവിടെ നിന്നാണ് ബൈക്ക് തെറിച്ചതും ഫ്ലിപ്പായതും. പുള്ളി ലൈക്ക് ആക്ച്വലി അലക്സ് മാർക്കസ് ഭയങ്കര ലക്കിയാണ്. ലൈക്ക് അവിടെ ഒന്നും ബോധം ഒന്നും പോയില്ല, സ്റ്റിൽ കോൺഷ്യസ്. അതുപോലെ പെഡ്രോ കോസ്റ്റ് ലക്കിയാ, പുള്ളിക്ക് ഒന്നും പറ്റിയില്ല. സാധാരണ പുറയുന്ന ഒരു വണ്ടി കിട്ടി. പ്രോബ്ലം അലക്സ് മാർക്കസ് ചെറുതായിട്ടൊന്ന് മാറ്റി കാണും, ഒരു സൈഡ് ഇടിച്ചായിരിക്കും പോയെ. റൈറ്റ് ടു ലെഫ്റ്റ് ആണെന്നോ? ലെഫ്റ്റ്, അലക്സിന്റെ ലെഫ്റ്റ്. അതെ. പെഡ്രോ റൈറ്റ്. എന്നിട്ട് അതിന്റെ ടയർ നേരെ വന്ന് ഇടിച്ച് ഡിജീനെ ഇടിച്ചിട്ട് ഡിജി വീണു. വണ്ടി അവിടുന്ന് തെറിച്ചിട്ട് ടയർ വന്നില്ലേ, അപ്പൊ ഡിജി പയ്യെ ഇങ്ങനെ തിരിക്കുകയായിരുന്നു. ടയർ വന്ന് ഡിജിനെ ഇടിച്ചിട്ടു, റീജോയിൻ ചെയ്തു. പുള്ളി ഫസ്റ്റ് അടിച്ച്. ഒന്നിപ്പഴിച്ച 3 അവസരം എന്ന് പറയുന്ന പോലെ ഇന്നലെ ഡിജിക്കും കിട്ടി. പക്ഷെ ആന പറയുവാണെങ്കിൽ അതിലും ഭീകര ക്രാഷ് സാർക്കോടെ. എന്ന് വെച്ചാൽ ലൈക്ക് വിഷ്വലി കാണുമ്പം മറ്റേ ബൈക്ക് ഇങ്ങനെ പറന്ന് തെറിച്ചൊന്നും പോയില്ലെങ്കിലും സാർക്കോന് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെക്കോരെ ബൈക്കിന്റെ ഇടയിൽ കാലായി. ഇങ്ങനെ ഇരിക്കുവോ കാല്? ഭാഗ്യം ഒടിവൊന്നും ഇല്ല, ലിഗമെന്റ് ഒക്കെ ഉള്ളൂ. പക്ഷെ കഴുത്തില് പിള്ളേറ്റാ. അത് രണ്ടുപേർക്ക് ഇട്ടിട്ടുണ്ട്. രണ്ടുപേർക്ക് തിരുവനന്തപുരത്തേക്ക് പോകേണ്ടി വരും. പക്ഷെ ഇപ്പൊ നമുക്ക് അവർക്ക് ലൈക്ക് രണ്ടുപേരും കോച്ചസ് ആണ് ഇതൊക്കെ പറയുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചിരിച്ച് തമാശയൊക്കെ പറയാം. പക്ഷെ അത് ആ സമയത്ത് നമ്മൾ ലൈവായിട്ട് കാണുമ്പോൾ ഇതെന്റെ ടയറാണ്, അയ്യോ പോകുന്നെന്റെ ടയർ, ഇതെന്റെ ടയറാ. അപ്പൊ അതൊക്കെയായിരുന്നു ഓവറോൾ. പെഡ്രോ ഫീൽ സോറി ഫോർ പെഡ്രോ. കാരണം പെഡ്രോ കിഡു ലൈക്ക് സ്പ്രിന്റിനെ കുറിച്ചൊന്നും പറയുന്നില്ല, ലൈക്ക് മെയിൻ റേസിനെ കുറിച്ച്. കാരണം അതിനെ കുറിച്ച് പറയാനായിരുന്നു മാത്രം. മെയിൻ റേസിൽ പെഡ്രോ എല്ലാ സ്റ്റാർട്ടിലും പെഡ്രോ നല്ലതായിരുന്നു. പക്ഷേ ലിമിറ്റഡ് ബൈ KTM പവർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നില്ല. ഇന്നലെ പിന്നെ ട്രാക്ക് ഹൗസിന്റെ ഡേ ആയതുകൊണ്ട് അവരെല്ലാരും ഇടിച്ചിടുന്ന ഭാഗമായിട്ട് അഗൂറോ പെഡ്രോ ഇടിച്ചിട്ട് ഭാഗ്യത്തിന് മോർബിഡിൽ ഇടിയില്ലായിരുന്നു. അതെ, അല്ല ചിലപ്പോ മോർബിഡിലേക്ക് ഒരു ഇടിയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ കിളി വരും തിരിച്ച്. ജോൻ മിറർ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര കഷ്ടപ്പെട്ട് ഓടിച്ച് പ്രൗഡ് മൊമെന്റ്. പുള്ളി ഗ്രസീനിലോട്ട് മാറുവാന്നൊരു ഇത് കൺഫേം ചെയ്തു എന്ന റൂമർ. കാരണം പുള്ളി ഹോണ്ട വിടാനുള്ള തീരുമാനേ, ഹോണ്ട പുള്ളിയെ റെസ്പെക്ട് ചെയ്തില്ല. ഗ്രസീനി ഒരു ലോൺ എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. വണ്ടി ശരിയാക്കണ എല്ലാ ആഴ്ചയും. ഹോണ്ടയ്ക്ക് ഒരുപാട് പൈസ ഉണ്ട് വണ്ടി പോയാലും പുതുക്കാൻ. ഗ്രസീനി അവരെ വെച്ച് നോക്കുമ്പോ ഒരു ചെറിയ ടീമാ. മറ്റേ നദിയ പാവലോഡിയോ അവര് മിക്കവാറും മിറിനെ ചെവിക്ക് പിടിച്ച് പുറത്താക്കും. യെസ്, MotoGP is dangerous. അതെ, അത്രേ ഉള്ളൂ. Weekend to forget. അടുത്ത റേസ് പെക്കോയ്ക്കും പിള്ളേർക്കും ചെറിയൊരു സന്തോഷം ഡുക്കാറ്റിക്ക് ഉള്ളത്. പെക്കോ തേർഡ് വന്നു. ആൻഡ് ഓക്കെ, ഒരാളുടെ കൂടെ അഗൂറ ലൈക്ക് ക്വാളിഫൈ എല്ലാ പ്രാവശ്യവും പറയുന്നത് ക്വാളിഫൈങ് കിട്ടില്ലൊക്കെ ഇരുന്നെങ്കിൽ പുള്ളിക്ക് ഇത്ര പണിയെടുക്കേണ്ടി വരില്ല. പുള്ളി മറ്റേ ഹാർഡ് വർക്കിന്റെ ആളാ. പുള്ളി ഫോർത്ത് വന്നിട്ട് പെഡ്രോനെ തള്ളിയിട്ടോണ്ട് പെനാൽറ്റി കിട്ടി P9 എന്തോ ആയി. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു നമ്മുടെ മിറിന് കിട്ടിയ അത്ര പെനാൽറ്റി കിട്ടിയിട്ടില്ല. ഒരാളെ തെള്ളി ഇട്ടിട്ടില്ല, ഇച്ചിരി ടയർ കാറ്റ് കൂടിയെന്നൊക്കെ അപ്പം അത്രയൊക്കെ ഉള്ളൂ. അടുത്ത മുജല്ലോ ഇറ്റലി. അപ്പോൾ അത് ജൂൺ 1 ഒരാഴ്ച ബ്രേക്ക് ഉണ്ട്. ഇല്ല, മാർക്കസ് ചിലപ്പോൾ തിരിച്ചു വരും. മാർക്കസ് തിരിച്ചു വരില്ല. ഇല്ല, കാറ്റലൂണിയല്ല ഇല്ലെന്ന് പറഞ്ഞേ. മുജലോ ഇല്ലെന്ന് മുജലോ ഇല്ലല്ലേ? ഓ, മുജലോ മാർക്കസ്. ഇനിയിപ്പം മാർക്കസിനെയും അനിയനെയും ചേട്ടനും വീട്ടിന് വിടുന്നതിനെ കുറിച്ച് വീട്ടുകാരൊത്ത് തീരുമാനിക്കും. പോവും, അതവരുടെ വേറെ ഓപ്ഷൻ. ചുമ്മാ പറഞ്ഞേ. അങ്ങനെ മാർക്കസ് സൂട്ടൊക്കെ ഇടുമ്പോ കുഞ്ഞോൻ എങ്ങോട്ടാ പോന്നേ? ഇനി മിക്കവാറും ഇവർ രണ്ടും ഒരുമിച്ച് വീണ്ടും താമസിക്കാൻ ചാൻസ് ഉണ്ട്. അവരാ വീട്ടിൽ നിന്ന് മാറിയതിനു ശേഷം അവർക്ക് ഗതി പിടിച്ചിട്ടില്ല രണ്ടുപേർക്കും. ഓരോ ആഴ്ചയിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീഴുക. അല്ല, കഴിഞ്ഞ ആഴ്ച മാർക്കസ് വീണു. അലക്സ് മാർക്കസ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു ഈ വീക്കെൻഡ്. ലൈക് സ്പ്രിന്റില് ഈവൻ പോലും ക്രാഷ് ആയത് പോലും എയറിലൊക്കെ പോയി, അത്ര ഫാസ്റ്റ് ആയിരുന്നു. പുള്ളി ക്രാഷ് ആയില്ലായിരുന്നെങ്കിൽ ചിലപ്പം ജയിച്ചനെ. ഭയങ്കര പൈസ. ലൈക്
ഫൈറ്റിംഗ് ഇതുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ്